യക്ഷി. ഒരു ഗ്രാമത്തിൽ സീമ എന്നു പേരുള്ള ഒരു സ്ത്രീ ജീവിച്ചിരുന്നു. അവൾ എന്നും രാത്രിയിൽ കാട്ടിനുള്ളിലെ ക്ഷേത്രത്തിൽ പോകാറുണ്ടായിരുന്നു. ആ ക്ഷേത്രത്തിൽ മണിയടിക്കുന്ന ഒരു യക്ഷിയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ഗ്രാമവാസികൾക്കെല്ലാം അവിടെ പോകുവാൻ ഭയമായിരുന്നു. സീമയ്ക്ക് മാത്രമേ അവിടേക്ക് പോകുവാൻ ധൈര്യമുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഗ്രാമവാസികൾ വിചാരിച്ചിരുന്നത് സീമ തന്നെയാണ് ആ യക്ഷി എന്നാണ്. അതുകൊണ്ട് ആരും അവളോട് സംസാരിക്കില്ലായിരുന്നു. ഗ്രാമവാസികളെല്ലാം പേടിക്കുന്ന എന്താണ് ക്ഷേത്രത്തിലുള്ളത് എന്ന് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണമെന്ന് സീമ തീരുമാനിച്ചു. ഇന്ന് തന്നെ ഞാൻ ക്ഷേത്രത്തിൽ മണിയടിക്കുന്ന യക്ഷിയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അന്വേഷിച്ചറിഞ്ഞിരിക്കുന്നു. പക്ഷേ ഗ്രാമവാസികൾ എന്തിനാണ് അവൾ ഇത്ര ഭയക്കുന്നത്? സീമ അറിവും വിദ്യാഭ്യാസവുമുള്ള ഒരു സ്ത്രീയായിരുന്നു. അവൾക്ക് ഭൂതപ്രേതങ്ങളിലൊന്നും വിശ്വാസം ഇല്ലായിരുന്നു. കുറച്ചു നാളുകൾക്ക് മുൻപാണ് അവൾക്ക് മറ്റൊരു ഗ്രാമത്തിൽ നിന്നും ഇവിടെയുള്ള ഓഫീസിലേക്ക് ട്രാൻസ്ഫർ കിട്ടിയത്. അന്നു മുതൽ സീമ ഈ ക്ഷേത്രത്തിലെ ദുരൂഹതകൾ അറിയുവാനായി ശ്രമിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആലോചിച്ചുകൊണ്ട് നടന്ന സീമ കുറച്ചു സമയത്തിനുള്ളിൽ ക്ഷേത്രത്തിലെത്തി. അവിടെയെല്ലാം ഭയങ്കര ഇരുട്ടായിരുന്നു. പരിസരം എല്ലാം പുക കൊണ്ട് നിറഞ്ഞിരുന്നു. ഇത്രയും പേടിപ്പെടുത്തുന്ന സാഹചര്യത്തിൽ പോലും സീമ ധൈര്യം കൈവിടുന്നില്ല. അവൾ ക്ഷേത്രത്തിന്റെ പടിക്കെട്ടുകൾ കയറിക്കൊണ്ടിരുന്നു. അവസാന പടിക്കെട്ടുകൾ കയറി കഴിഞ്ഞപ്പോൾ അവൾ കണ്ടത് അതിഭയങ്കരമായ ഒരു കാഴ്ചയായിരുന്നു. അയ്യോ അയ്യോ അമ്മേ, ഇതെന്താണ്? അകത്ത് അത്രയും ഇരുട്ടിൽ ഏതോ ഒരു ഭീകര രൂപം പറക്കുന്നതായി അവൾ കണ്ടു. ആ രൂപത്തിന്റെ തലമുടി ഒരു പട്ടം കണക്കെ വേഗത്തിൽ പറക്കുന്നുണ്ടായിരുന്നു. സീമ ആദ്യമായാണ് ഇങ്ങനെയൊരു കാഴ്ച തൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുന്നത്. അപ്പോഴാണ് അവൾക്ക് തോന്നിയത് ഗ്രാമവാസികൾ ഇതുവരെ പറഞ്ഞത് കാൽപ്പനിക കഥകളോ ഇത് അവരുടെ ഭ്രമമോ അല്ലല്ലോ എന്ന്. എനിക്ക് തോന്നുന്നത് ഗ്രാമവാസികൾ സത്യമാണ് പറഞ്ഞതെന്ന്. ഇവിടെ ശരിക്കും ഒരു യക്ഷിയുടെ സാന്നിധ്യമുണ്ട്. സീമ ഇപ്പോൾ വല്ലാതെ ഭയന്നു പോയിരുന്നു. അവൾ അവിടെ നിന്നും തിരിഞ്ഞോടുവാൻ തുടങ്ങി. പക്ഷെ അപ്പോഴേക്കും അവളെ ആരോ വേഗത്തിൽ തള്ളി. അവളുടെ കാലിടറി അവൾ കോണിപ്പടിയിൽ നിന്നും താഴെ വീണു. സീമ നിലത്ത് വീണു കഴിഞ്ഞപ്പോൾ അവളുടെ ബോധം നഷ്ടപ്പെട്ടു. പിന്നെ സീമയുടെ കണ്ണുകൾ തുറന്നപ്പോൾ അവൾ അവളുടെ മുന്നിൽ ഗ്രാമവാസികൾ നിൽക്കുന്നത് കണ്ടു. ഞാൻ എവിടെയാണ്? നിങ്ങളിവിടെ ക്ഷേത്രത്തിന്റെ അരികിൽ എന്ത് ചെയ്യുകയായിരുന്നു? നിങ്ങൾക്ക് എന്ത് പറ്റിയതാണ്? നിങ്ങൾ എങ്ങനെയാണ് ഈ അവസ്ഥയിലെത്തിയത്? എന്ത്? അയ്യോ, ഞാൻ ഇവിടെ എന്ത് ചെയ്യുകയാണ്? പിന്നെ എനിക്ക് വല്ലാത്ത തലവേദനയും തോന്നുന്നു. പിന്നെ സീമയ്ക്ക് കഴിഞ്ഞ രാത്രിയിലെ കാര്യങ്ങളെല്ലാം ഓർമ്മ വന്നു. അത് ആലോചിച്ചപ്പോൾ അവൾക്ക് വല്ലാത്ത ഭയം തോന്നി. എന്ത് പറ്റി സീമ? നിങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടോ അതോ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുമോ? ഞാൻ ഇന്നലെ രാത്രി ആ യക്ഷിയെ കണ്ടു. എന്ത്? സീമ പറയുന്നത് കേട്ട് ഗ്രാമവാസികൾ എല്ലാവരും പേടിച്ചുപോയി. അവൾ തലേ ദിവസത്തെ കാര്യങ്ങളെല്ലാം ഗ്രാമവാസികളോട് പറഞ്ഞു കേൾപ്പിച്ചു. ആദ്യം അവർ സീമ പറയുന്നത് വിശ്വസിച്ചില്ല. എന്തെന്നാൽ അവർ സീമയെ തന്നെയാണ് യക്ഷിയായി സംശയിച്ചിരുന്നത്. പിന്നെ സീമ കാര്യങ്ങളെല്ലാം വിസ്തരിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഗ്രാമവാസികൾക്ക് അവളോട് വിശ്വാസമായി. നോക്കൂ സീമ, ഇനി ഒന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. ആ ക്ഷേത്രത്തിലെ യക്ഷി ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു. ഇനിയും അവർ ഇവിടെ തന്നെ കാണും. നിങ്ങൾ നിങ്ങളുടെ ജീവൻ രക്ഷിക്കൂ. നിങ്ങൾ ഇനി ഇവിടെ വരുന്നത് നിർത്തൂ. പറയുന്നത് കേൾക്കൂ. നോക്കൂ, നിങ്ങളിങ്ങനെ ഭയത്തോടെ ജീവിക്കുന്നത് കാണുവാൻ എനിക്ക് ആഗ്രഹമില്ല. നമുക്ക് ഇനി ഇതിനൊരു പ്രതിവിധി കാണണം. ആ യക്ഷിയുടെ നിഴല് പോലും ഈ ഗ്രാമത്തിൽ അടിക്കരുത്. നോക്കൂ, അവളൊരു യക്ഷിയാണ്. അവളെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അതിനുള്ള പ്രതിവിധികളും ഉണ്ടാകും. നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നിങ്ങൾക്ക് സമ്മതമാണോ?
സീമ പറഞ്ഞ കാര്യങ്ങൾ കേട്ട ഗ്രാമവാസികൾ എല്ലാവരും അവളോട് ഒപ്പം നിൽക്കാമെന്ന് സമ്മതിച്ചു. അവർ അടുത്തുള്ള കാട്ടിലെ ഒരു അഘോരിയെ വിളിച്ചു വരുത്തി. കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ അഘോരിയും ഗ്രാമവാസികളും ക്ഷേത്രത്തിന് അരികിലേക്ക് നടന്നു. അവിടെ അപ്പോഴും ആ ഭയാനക അന്തരീക്ഷവും ഭയങ്കര ഇരുട്ടുമായിരുന്നു. അഘോരി ബാബ തന്റെ മന്ത്രങ്ങൾ കൊണ്ട് അവിടെ യക്ഷിയുടെ സാന്നിധ്യമുണ്ടോ എന്ന് നിരീക്ഷിച്ചു. എന്റെ ദിവ്യശക്തി കൊണ്ട് എനിക്ക് മനസ്സിലായത് ഇവിടെ യക്ഷികൾ ആരുമില്ല എന്നാണ്. പക്ഷേ എങ്ങനെ സംഭവിക്കും? ഇന്നലെ രാത്രിയിൽ അല്ലേ ഞാൻ യക്ഷിയെ കാറ്റിൽ പറക്കുന്നതായി കണ്ടത്? ഞാൻ ഇവിടെ വെച്ച് തന്നെയാണ് കണ്ടത്. ചിലപ്പോൾ ആ യക്ഷി ഭയങ്കരമായ ശക്തിക്ക് ഉടമയായിരിക്കും. അതുകൊണ്ടായിരിക്കും അവൾ ഇവിടെ ഉള്ളതായി എനിക്ക് തോന്നാത്തത്. അഘോരി ബാബ കുറെ നേരം പരിശ്രമിച്ചിട്ടും അവിടെ യക്ഷിയുടെ സാന്നിധ്യം അദ്ദേഹത്തിന് മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. യക്ഷിയുടെ ശക്തി കൂടുതൽ കൊണ്ട് അഘോരിക്ക് അവളുടെ സാന്നിധ്യം തിരിച്ചറിയുവാൻ കഴിയുന്നില്ലായിരുന്നു. അതിനിടെ പെട്ടെന്ന് എല്ലാവരും അവിടെ ഒരു നിഴൽ നടക്കുന്നത് കണ്ട് ഗ്രാമവാസികൾ എല്ലാം ഭയന്നുപോയി. അയ്യോ, ഇനി എന്ത് ചെയ്യും? ദൈവമേ, ഞങ്ങളുടെ കാര്യം ഇനി എന്താവും? ബാബാജി, രക്ഷിക്കൂ, ഞങ്ങളെ ഈ യക്ഷിയിൽ നിന്നും രക്ഷിക്കണേ. ഇതെല്ലാം കേട്ട് സീമയ്ക്ക് ഒന്നും മനസ്സിലാകുന്നില്ലായിരുന്നു. അവൾ മെല്ലെ ക്ഷേത്രത്തിന്റെ പിന്നിലേക്ക് പോയി. എല്ലാവരും കൂടി അവളെ പോകുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചു. പക്ഷേ അവൾ നിന്നില്ല. ക്ഷേത്രത്തിന്റെ പിറകിലെത്തിയ സീമ ഒരു മുറിയിൽ നിന്ന് ആരുടെയോ സംസാരിക്കുന്ന ശബ്ദം കേട്ടു. അവൾ ആ മുറിയിലേക്ക് ഒളിഞ്ഞു നോക്കി. അവിടെ കണ്ട കാഴ്ച അവളെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ഉള്ളിൽ 2 ആളുകൾ ഒരു സ്ത്രീയുടെ മുഖത്തേക്ക് ടോർച്ച് ലൈറ്റ് അടിച്ച് നിഴൽ ഉണ്ടാക്കുകയായിരുന്നു. സീമ അവിടേക്ക് നോക്കിയപ്പോൾ അവൾക്ക് മനസ്സിലായി അതൊരു യക്ഷിയൊന്നുമല്ല, ഒരു ജീവനുള്ള സ്ത്രീയാണെന്ന്. മറ്റൊരാൾ കയറിൽ കെട്ടിയ ക്ഷേത്രത്തിലെ മണി അടിക്കുന്നു. അവിടെ അടുത്ത് കുറെ ചട്ടികളിൽ കൽക്കരി കത്തിച്ച് നിറച്ചിരിക്കുന്നു. അതിൽ നിന്നുള്ള പുക അവിടെയെല്ലാം നിറഞ്ഞിരിക്കുന്നു. സീമയ്ക്ക് ഇപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഇവിടെ നടക്കുന്നത് എല്ലാം കുറച്ച് ആളുകളുടെ തന്ത്രമാണ്. അതിനിടെ അവർ സംസാരിക്കുന്നത് സീമ കേട്ടു. ഇന്ന് അവസാന ദിവസമാണ്. ഗ്രാമവാസികൾ ഇതോടെ പേടിച്ചു പോകും. ഇനി അവരൊരിക്കലും രാത്രിയിൽ പുറത്തേക്ക് ഇറങ്ങുകയേയില്ല. സത്യമാണ് നീ പറയുന്നത്. ഇനി വരാൻ പോകുന്ന അമാവാസി രാത്രിയിൽ നമ്മൾക്ക് ഗ്രാമത്തിനെ മുഴുവൻ കൊള്ളയടിച്ചിട്ട് ഇവിടെ നിന്നും സ്ഥലം വിടണം. സീമയ്ക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി കഴിഞ്ഞു. അവൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഓടി ഗ്രാമവാസികളെ വിവരങ്ങളെല്ലാം അറിയിച്ചു. പെട്ടെന്ന് തന്നെ രമൺ പോലീസിനെ വിവരങ്ങൾ അറിയിച്ചു. അല്പസമയത്തിനുള്ളിൽ പോലീസ് അവിടെ എത്തി. അവർ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്തു. അതിനുശേഷം ചോദ്യം ചെയ്തപ്പോൾ കൊള്ളക്കാർ പറഞ്ഞു, ഞങ്ങൾ ഗ്രാമങ്ങളിൽ പോയി ആദ്യം ആളുകളെ ഇങ്ങനെ പേടിപ്പിക്കും. അതിൽ വിജയിച്ചു കഴിയുമ്പോൾ ഞങ്ങൾ രാത്രിയുടെ മറവിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ ഗ്രാമത്തിലുള്ളവരെ കൊള്ളയടിച്ചുകൊണ്ട് അവിടെ നിന്നും രക്ഷപ്പെടും. അതാണ് ഞങ്ങളുടെ രീതി. ഇത് കേട്ട് ഗ്രാമവാസികൾ ഞെട്ടിപ്പോയി. അവിടെ മണിയടിക്കുന്ന യക്ഷിയുമില്ല, മറ്റൊരു തരത്തിലുള്ള ദുശക്തികളുമില്ല എന്നറിഞ്ഞ ഗ്രാമവാസികൾ ലജ്ജിച്ചു. അന്ധവിശ്വാസത്തിൽപ്പെട്ട് അവർ സ്വന്തം ഗ്രാമത്തിനെ തന്നെ നശിപ്പിക്കുവാൻ തുടങ്ങുകയായിരുന്നു. കൊള്ളക്കാർ പിടിക്കപ്പെട്ടതോടുകൂടി ഗ്രാമം ഒരു വലിയ വിപത്തിൽ നിന്നും രക്ഷപ്പെട്ടു. ഗ്രാമവാസികൾ എല്ലാവരും കൂടി സീമയോട് തങ്ങളെ രക്ഷിച്ചതിന് നന്ദി പറഞ്ഞു. അങ്ങനെ സീമയുടെ ധൈര്യം ഗ്രാമവാസികളുടെ രക്ഷയ്ക്ക് ഉപകരിച്ചു. ഗ്രാമവാസികളുടെയെല്ലാം പണം അപഹരിക്കുന്നതിൽ നിന്നും അവൾ അവരെ രക്ഷിച്ചു. അന്നു മുതൽ ഗ്രാമവാസികൾ സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അവ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ ഞങ്ങളുടെ കാർട്ടൂൺ ഷോസ് ഏറ്റവും ആദ്യം കാണുവാനായി ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്.